ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്ന ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പം ഞാൻ ഇത് യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ചിയാ സീഡ് വേണം, അതുപോലെ പാലും വേണം. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 30-40 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കുമ്പോഴത്തേന് ഇങ്ങനെ കിട്ടുമേ. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാമേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആലോവേര ഉള്ളതുകൊണ്ടാണ് ഞാൻ അതോടെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാമെന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. അങ്ങനെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അടിപൊളിയായിട്ടുള്ള ഒരു പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളേ. പിന്നെ എല്ലാവർക്കും ഈ ചിയാ സീഡിൻ്റെ ബെനിഫിറ്റ്സ് അറിയാവുന്നതല്ലേ. ചിയാ സീഡിലുള്ള പ്രോട്ടീൻസ് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കവും അതുപോലെ നിറവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ഒന്നാണ്. ഈ ചിയാ സീഡിലുള്ള omega-3 ഫാറ്റി ആസിഡുകൾ നമ്മുടെ ചർമ്മത്തിൻ്റെ ബാരിയർ ശക്തിപ്പെടുത്തുകയും അതിലൂടെ ഡ്രൈനെസ് മാറ്റി നല്ലൊരു ഹൈഡ്രേഷൻ നൽകാനും സഹായിക്കുന്നതാണ്. അതിലൂടെ സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ് മാറ്റി നല്ലൊരു ഹൈഡ്രേഷൻ നൽകാനും സഹായിക്കുന്നതാണ്. ഇതിലുള്ള ആൻറ്റി ഏജൻറ്റുകൾ നമ്മുടെ സ്കിന്നിൻ്റെ വീക്കം കുറയ്ക്കുകയും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ തടയാനും സഹായിക്കുന്നതാണ്. ഞാൻ ഈ പാക്ക് 2 ലെയറായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസിലിട്ട പാക്ക് ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് വാഷ് ചെയ്ത് കളയാമേ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഹെയറിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ എസൻഷ്യൽ ഓയിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആ പാക്ക് രണ്ടും സെപ്പറേറ്റ് ആക്കണം. ഒന്ന് ഹെയറിലും ഒന്ന് ഫേസിലും എടുക്കാൻ വേണ്ടിയിട്ട്. ഈ എസൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കല്ലേ. ഇതിന് 2-3 തുള്ളി മാത്രം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളേ. പിന്നെ ഈ എസൻഷ്യൽ ഓയിൽ നമ്മുടെ ഫേസിൽ യൂസ് ആക്കുമോയെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അറിവിൽ അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാവുന്നതേ ഉള്ളേ. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. ഈ ചിയാ സീഡിൽ ധാരാളം പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യട്ടെ. ഒരു അരമണിക്കൂറൊക്കെ ഹെയറിൽ വെച്ചാൽ മതി. അത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളേ. ഇതെനിക്ക് പേഴ്സണലായിട്ട് യൂസ് ആക്കിയതുകൊണ്ട് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ യൂസ് ആക്കുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ആക്കിയാൽ നല്ലത്.
അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.